ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഇപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ താരമായിക്കൊണ്ടിരിക്കുന്ന കേക്ക് സിക്കിൾസിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന കേക്ക് സിക്കിളിൻ്റെ റെസിപ്പിയാണ്, വാനില ഫ്ലേവറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് കേക്ക് സിക്കിൾസ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം നമുക്ക് 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയമായാൽ നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1/2 കപ്പ് എടുക്കുക, പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പ് മതിയാവും. ഹൈ സ്പീഡിൽ ഒരു 4-5 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വന്ന് നല്ല ക്രീമി ആയിട്ട് വരും. ഈ ഒരു സമയത്താൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ മുട്ടൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പം ഇത് ആദ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് ചേർത്താൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ഡയറക്റ്റ് ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ബേക്കിംഗ് പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് സോഡയും കൂടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിനേക്കാളും ഒരല്പം കുറവ് അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പൊടി ഇവിടെ 2 തവണയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ചേർത്തതിന് ശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ ഒരേ ഡയറക്ഷനിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് അടുത്ത ബാച്ചും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കേക്ക് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലോറെല്ലാം നന്നായിട്ട് മുട്ടൻ്റെ മിക്സിയിൽ കമ്പൈനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് എക്സ്ട്രാ പാല് ചേർക്കുന്നില്ല, ഇതിൻ്റെ കൺസിസ്റ്റൻസി പാകമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് പാകമാക്കിയെടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൈഡിലും താഴെയായിട്ട്. എന്നിട്ട് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാനിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം 15 മിനിറ്റാണ്. 15 മിനിറ്റ് ശേഷം നമുക്കൊരു സ്റ്റിക്കോ സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് സോസ് പാൻ ഇല്ലെങ്കിൽ സാധാ കേക്ക് ടിന്നിലും ഈ റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കറക്റ്റ് 15 മിനിറ്റാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പാനിൽ നിന്ന് ഈ കേക്ക് എടുക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ കേക്ക് പൊട്ടിപ്പോരും. ഇത് പൊട്ടിപ്പോന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ കേക്ക് സിക്കിൾസ് ആണ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇത് ചൂടോടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കേക്കിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഒന്നും എനിക്ക് കാണിച്ചു തരാനായിട്ട് പറ്റില്ല. അപ്പം നമുക്ക് ഇതിന് ചൂടൊക്കെ മാറിയതിന് ശേഷം ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. പക്ഷെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയതിൻ്റെ പേരിൽ നമുക്ക് കൈ വെച്ചിട്ട് അങ്ങ് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചോക്ലേറ്റ് ഗനാഷാണ്. 1/4 കപ്പ് അളവിൽ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്തെടുത്ത ചോക്ലേറ്റ് ഗനാഷാണിത്. ഇതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡും യൂസ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് ആണെന്നുണ്ടെങ്കിലും ചോക്ലേറ്റ് ഗനാഷ് ആണെന്നുണ്ടെങ്കിലും സെയിം ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. എനിക്കൊന്നും കൂടി ഇഷ്ടമായത് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് എടുക്കുമ്പോഴാണ്. ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. നമ്മൾ ഈ പുട്ടുപൊടിയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് നനച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പൊടിയെല്ലാം ഇതാ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. ഈ ഒരു പരിവാകുന്നത് വരെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കേക്ക് സിക്കിൾസ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കേക്ക് സിക്കിൾസിൻ്റെ മൗൾഡ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനായിട്ടും മേടിക്കാൻ കിട്ടും. ഇത് ഞങ്ങൾ അടുത്തുള്ള ഒരു ബേക്കിംഗ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണിത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 130 രൂപയാണ്. ഇതുപോലുള്ള മൗൾഡ് എല്ലാ സ്ഥലങ്ങളും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പോയിട്ട് പർച്ചേസ് ചെയ്താൽ മതി. നമുക്ക് നമ്മൾ ഈ ചെയ്തു വെച്ച കേക്കിൻ്റെ മിക്സ് ഈ സിക്കിൾസിൻ്റെ മോൾഡിലേക്ക് ഇതുപോലെ അങ്ങ് ചെയ്തു കൊടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് മുഴുവനായിട്ട് ആ
മോൾഡ് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ആ കേക്കിൻ്റെ വശത്ത് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് സപ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റിക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചോക്കോബാർ അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ വാങ്ങിയാൽ ഇതുപോലെ സ്റ്റിക്ക് കിട്ടില്ലേ, അതെടുത്ത് വെച്ചിട്ട് ഇതുപോലെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിക്കെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്രീസറിൽ ഇത് 1.5 മണിക്കൂർ നമുക്ക് ഫ്രീസറിലാണ്, ഫ്രിഡ്ജിലല്ല, ഇത് സൂക്ഷിക്കാൻ വെക്കാം. അപ്പോഴേക്കും ഇത് സെറ്റായിട്ട് വരും. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് സിക്കിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ചതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് സിക്കിൾസ് നന്നായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ ഈ മോൾഡിൽ നിന്ന് ഇതെടുത്ത് മാറ്റാം. കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ കേക്ക് സിക്കിൾസ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൽ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഓരോ കേക്ക് സിക്കിൾസും ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് സിക്കിൾസ് നല്ല തണുപ്പുണ്ടായതിൻ്റെ പേരിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചോക്ലേറ്റ് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഓരോ കേക്ക് സിക്കിൾസും ഇങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിലോ വെച്ച് കൊടുത്താലും മതി. ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നാൽ തന്നെ ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം ഇതിൽ സെറ്റായിട്ട് വരും. പിന്നെ ചോക്ലേറ്റ് എങ്ങനെയാണ് മെൽറ്റ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കേക്ക് സിക്കിൾസ് ഒക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച് പോകുന്ന പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ആ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കട്ടോ. നമ്മുടെ കേക്ക് സിക്കിൾസ് എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ഡെക്കറേഷനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സെറ്റാകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും നട്ട്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡിസൈനായിട്ട് വെക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പം നമ്മൾ ചോക്ലേറ്റ് സെറ്റ് ചെയ്യാൻ വെച്ചില്ലേ, ആ സമയം ആകുന്നതിന് മുമ്പ് തന്നെ നട്ട്സ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വിതറി കൊടുക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് സെറ്റാകുന്ന സമയം കൊണ്ട് നമ്മുടെ നട്ട്സും അതിൻ്റെ മുകളിൽ ഇരുന്ന് സെറ്റായിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തതിന് ശേഷം ആ ചോക്ലേറ്റ് ആ കേക്ക് സിക്കിളിൽ ഒന്ന് സെറ്റ് ആവണം. അതിന് ശേഷമാണ് ഇതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരല്പം ഷുഗർ ബോൾസ്, ഗോൾഡൻ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് സിക്കിൾസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കേക്ക് പോപ്സ്, കേക്ക് സിക്കിൾസ് ഒക്കെ ഒരു താരം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്